നമ്മൾ മനസ്സറിഞ്ഞ് ദേവിയെ വിളിച്ച് നമ്മൾ എന്ത് വഴിപാട് ഇവിടെ ചെയ്താലും വളരെ വിശേഷമാണ്, ആ കാര്യം നടക്കും. അമ്മ അത്ര ചൈതന്യമാണ് ഇവിടെ. അതുകൊണ്ട് ഇവിടെ എല്ലാവരും വന്ന് തൊഴട്ടെ, അമ്മയുടെ അനുഗ്രഹം വാങ്ങട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത സ്ഥലത്തൊന്നും നമ്മുടെ ഈ അമ്പലം ഇങ്ങനെ കണ്ടിട്ട് തെക്കോട്ട് അമ്പലം കണ്ടിട്ടില്ല. ഇത് കാര്യവും വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടെന്നാണ് പറയുന്നത്. മകള് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മകള് പഠിക്കാനൊക്കെ മകൾക്കൊരു ജോലി കിട്ടാനൊക്കെ പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെയൊക്കെ അതൊക്കെ സാധിച്ചു തന്നു. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ വെങ്ങോലയ്ക്കടുത്ത് അയ്യഞ്ചിറങ്ങര എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന അയ്യഞ്ചിറങ്ങര ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അതിപുരാതനവും അതിമനോഹരവുമായ ഒരു ക്ഷേത്രമാണ് അയ്യഞ്ചിറങ്ങര ഭഗവതി ക്ഷേത്രം. നാലുകെട്ട് സമ്പ്രദായ രീതിയിൽ നിർമ്മാണ ശൈലിയിലുള്ള ഈ ക്ഷേത്രത്തിലെ നാലുകെട്ടിനുള്ളിലെ നെല്ലിമര ചുവട്ടിൽ ചതുര ശ്രീകോവിലിനകത്ത് മഞ്ഞും മഴയും വെയിലും കൊണ്ട് പ്രകൃതിയോട് ഇണങ്ങി ദുർഗ, ഭദ്രകാളി എന്നീ ദേവിമാർ തുല്യ പ്രാധാന്യത്തിൽ തെക്കോട്ട് ദർശനമായി വാണരുളുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് അയ്യഞ്ചിറങ്ങര ഭഗവതി ക്ഷേത്രം. ഈ അയ്യഞ്ചിറങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോവിലിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ചെറിയൊരു ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി മഹാഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി ശ്രീ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ നമസ്കാര മണ്ഡപത്തോടു കൂടിയ ഒരു ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി ശ്രീ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കൂടാതെ ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ ഒരു സർപ്പക്കാവിനകത്ത് ഒരു തറയിൽ നാഗരാജാവ്, നാഗയക്ഷി എന്നിവരെ പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ. തെക്കോട്ട് ദർശനമായി വാണരുളുന്ന ദുർഗ, ഭദ്രകാളി എന്നീ ഭഗവതിമാർ ഭാവം കൊണ്ട് വളരെ വ്യത്യസ്തമായാണ് ഈ ശ്രീകോവിലിനകത്ത് നിലകൊള്ളുന്നത്. ശാന്തസ്വരൂപിണിയായി ദുർഗാദേവിയും അതിരൗദ്രഭാവത്തിൽ ഭദ്രകാളിയുമാണ് ഈ ശ്രീകോവിലിനകത്ത് വാണരുളുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെത്തി ദുർഗ, ഭദ്ര എന്നീ ദേവിമാരെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് സർവ്വ ഐശ്വര്യത്തിനും ശത്രുദോഷ നിവാരണത്തിനും അത്യുത്തമമാണ്. അതുമാത്രമല്ല, മംഗല്യഭാഗ്യത്തിനും സന്താനലബ്ധിക്കുമായി ദുർഗാദേവിയെയും സാമ്പത്തിക ക്ലേശ നിവാരണത്തിനും രോഗശാന്തിക്കും ശത്രുദോഷ നിവാരണത്തിനും ആഭിചാരദോഷങ്ങൾ അകലുന്നതിനുമായി ഭദ്രകാളി ദേവിയെയും ദർശനം ചെയ്ത് ദുർഗാദേവിക്ക് തേനും ഭദ്രകാളി അമ്മയ്ക്ക് ഗുരുതിയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ടകാര്യസിദ്ധി എത്രയും വേഗം കൈവരും എന്നാണ് ഭക്തരുടെ വിശ്വാസവും അനുഭവവും. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ ദുർഗയും ഭദ്രയും ഒരേ ശ്രീകോവിലിൽ തെക്കോട്ട് ദർശനമായിരിക്കുന്ന ഒരു ഏക ക്ഷേത്രം, കേരളത്തിലെ ഏക ക്ഷേത്രമാണ് അയ്യഞ്ചിറങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ഭദ്രകാളിക്ക്, ഒരേ നടയിലാണ് ഭദ്രകാളിക്ക് ഗുരുതി പുഷ്പാഞ്ജലി, ഒപ്പം തന്നെ ഗുരുതി പുഷ്പാഞ്ജലി, ദുർഗാദേവിക്ക് തേൻ നിവേദ്യം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളായിട്ട് സങ്കല്പിക്കുന്നത്. ഒപ്പം തന്നെ ഒരു നെല്ലിമരം, നാലുകെട്ടിനകത്ത് നെല്ലിമരം ഉള്ള ഒരു അപൂർവമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ശ്രീകോവിൽ തൊട്ടപ്പുറത്ത് തന്നെ നാലുകെട്ടിനോട് ചേർന്ന് ആലമ്പലത്തിനകത്ത് തന്നെ ഒരു നെല്ലിമരമുണ്ട്. ഈ ഒരു വിശേഷം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു തുല്യ പ്രാധാന്യം, തെക്കോട്ട് ദർശനം ഉള്ളതുകൊണ്ടും തുല്യ പ്രാധാന്യം ഉള്ളതുകൊണ്ടും ധാരാളം ഭക്തജനങ്ങൾ ഇത് അനുഭവിച്ചറിയുകയും ഈ ഒരു കേൾവി ഉള്ളത് ധാരാളം വിവിധ ദേശങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ വരാറുമുണ്ട്. ഉപദേവന്മാരായ ശാസ്താവുണ്ട്, മഹാവിഷ്ണു, ഗണപതി, പിന്നെ ഒപ്പം തന്നെ കാവുമുണ്ട്, സർപ്പക്കാവുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാഗേഷിയാണ് ആ പീഠത്തിലുള്ളത്. അപ്പോൾ
ശാസ്താവിന് പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കൽ ഉള്ള പാനകപൂജ, ഒപ്പം തന്നെ ശാസ്താംപാട്ട്, പിന്നെ എള്ള് പായസമാണ് വളരെ പ്രാധാന്യം. അതിനുശേഷം നമ്മുടെ മഹാവിഷ്ണുവിനാണെങ്കിൽ അഷ്ടമി രോഹിണി നാളിൽ നിവേദ്യവും ഒപ്പം അപ്പം നിവേദ്യം, ഉണ്ണിയപ്പം നിവേദ്യം പ്രത്യേകതയാണ്. സന്താന സൗഭാഗ്യം, മംഗല്യം നല്ല മംഗല്യം എന്നുള്ള വഴിപാടുകൾക്ക് ആശ്രിതർക്ക് വേണ്ടിയിട്ട് ഉള്ള വഴിപാടാണത്. സൗഭാഗ്യത്തിനാണ് പ്രധാനമായിട്ടും നമ്മൾ ആ ഒരു ഉണ്ണിയപ്പം നിവേദ്യം നടത്തുന്നത്. അതിനോടൊപ്പം തന്നെ ഗണപതി നടയിൽ അപ്പം മൂടലാണ് മറ്റു പ്രധാനപ്പെട്ട ഒരു വഴിപാട്. അത് നമ്മുടെ തടസ്സങ്ങൾ, അതായത് വിഘ്നങ്ങൾ മാറാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ തടസ്സങ്ങൾ മാറാനാണ് നടത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഉപദേവരാണ് സർപ്പക്കാവ്. സർപ്പക്കാവിൽ നാഗരാജവും നാഗേക്ഷിയുണ്ട്. ഈ സർപ്പക്കാവിൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ആയില്യം പൂജയുണ്ട്. അത് മകരത്തിലും കന്നിമാസത്തിലുമാണ് ആയില്യം പൂജ നടത്താറുള്ളത്. ഒരു ശ്രീകോവിലിനകത്ത് ദുർഗാ ഭഗവതിയും ഭദ്രകാളിയും തുല്യ പ്രാധാന്യത്തോടെ വ്യത്യസ്ത ഭാവത്തിൽ പ്രകൃതിയോടിണങ്ങി തെക്കോട്ട് ദർശനമായി വണരുളുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമായ ഈ അയ്യഞ്ചിറങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ ചരിത്രകഥ നിങ്ങളുടെ അറിവിലേക്കായി പറയാം. പുരാതന കാലത്ത് വിമല ശിവക്ഷേത്രത്തിൻ്റെ ഊരായ്മ കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൻ്റെതായിരുന്നു ഈ ദേശത്തിൻ്റെ ഉടമസ്ഥാവകാശം. ആ കുടുംബത്തിന് ഇപ്പോൾ ഈ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് വലിയ പ്രൗഢിയോടുകൂടിയ 4 കെട്ടുള്ള ഒരു ഇല്ലമുണ്ടായിരുന്നു. ആ വലിയ ഇല്ലത്തിൻ്റെ നടുത്തളത്തിൽ ഒരു നെല്ലിമരമുണ്ടായിരുന്നു. ആ നെല്ലിമരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് ആ ഇല്ലത്തെ ബ്രാഹ്മണർ ആരാധിച്ചിരുന്ന ദേവിമാരായിരുന്നു ദുർഗയും ഭദ്രകാളിയും. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഇല്ലത്തിൻ്റെ അവകാശം കടമ്പനാട്ട് ഇല്ലത്തിൻ്റെ അധീനതയിൽ വന്നുചേർന്നു. ആ കടമ്പനാട്ട് ഇല്ലക്കാർ പിന്നീട് ഈ ദേവി ചൈതന്യങ്ങളെ നാടിൻ്റെ സർവ്വ ഐശ്വര്യത്തിനായി നാട്ടുകാർക്കായി വിട്ടു നൽകുകയാണ് ഉണ്ടായത്. ഈ ക്ഷേത്രം ഞങ്ങളുടെ മുത്തപ്പനായിട്ട് നാട്ടുകാരിലേക്ക് വിട്ടുകൊടുക്കുകയും അത് വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നതിന് വേണ്ടിയിട്ടുമായിട്ടാണ് ഈ ക്ഷേത്രം നാട്ടുകാരിലേക്ക് വിട്ടുകൊടുക്കുകയും ആ ചൈതന്യം വളരെയധികം വർദ്ധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ ക്ഷേത്രം നാട്ടുകാരിലേക്ക് വിട്ടുകൊടുത്തത്. അതിനുശേഷം കമ്മിറ്റി രൂപീകരിക്കുകയും കാലാകാലങ്ങൾ ഓരോരോ പുരോഗതി ഉണ്ടാവുകയും ഈ അടുത്ത കാലം കൊണ്ടാണ് ഈ ക്ഷേത്രം വളരെ പുരോഗതി ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് പൂജ കഴിക്കുകയും നാളിതുവരെ ഞാനും അതുപോലെ തന്നെ പൗരാണികമായിട്ട് എല്ലാ ആൾക്കാരും ഈ ക്ഷേത്രത്തിൽ ധാരാളം പൂജ കഴിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ ദുർഗയ്ക്കും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമാണ്. അത് എടുത്തു പറയുകയാണ്. ഭദ്രകാളിക്കും ദുർഗയ്ക്കും തുല്യ പ്രാധാന്യമാണ്, രണ്ടുപേർക്കും തുല്യ വഴിപാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കളയെഴുത്തുംപാട്ട് ഭദ്രകാളിക്ക് നടത്തിയപ്പോൾ അതുപോലെ തന്നെ ദുർഗയ്ക്കും നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണിപ്പാട്ട് നടത്തേണ്ടതുണ്ട്. അതും വളരെ വിശേഷമാണ്. ദുർഗയ്ക്ക് ബ്രാഹ്മണിപ്പാട്ട് വളരെ വിശേഷമാണ്. സാധാരണഗതിയിൽ ഈ ദുർഗ എന്ന് പറഞ്ഞാൽ കേരളീയ സങ്കല്പങ്ങളിലൊക്കെ വൈഷ്ണവ ദുർഗയാണ്, ദുർഗാ സാന്നിധ്യം എന്നാണ്. അതിനാണ് ബ്രാഹ്മണിപ്പാട്ട്. ഭദ്രകാളിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കളയെഴുത്തുംപാട്ട് വളരെ വിശേഷമാണ്. ഞാൻ ആദ്യം പറഞ്ഞു കളയെഴുത്തുംപാട്ട് വളരെ വിശേഷമാണ്. എല്ലാ വർഷവും കളയെഴുത്തുംപാട്ട് നടത്താറുണ്ട്. അത് ആൾക്കാർക്ക് ഇഷ്ടകാര്യം സാധിക്കുന്നതിനും എല്ലാ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ഒക്കെ വളരെ വിശേഷമാണ്. അതുപോലെ മുടിയേറ്റുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ ചെയ്യാവുന്ന വഴിപാടുകൾ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് വിചാരിച്ചാലും നമ്മളുടെ കാര്യം സാധിച്ചു തരുമെന്നുള്ള അരച്ചിട്ട കാര്യമാണ്. നമ്മൾ മനസ്സറിഞ്ഞ് ദേവിയെ വിളിച്ച് നമ്മൾ എന്ത് വഴിപാട് ഇവിടെ ചെയ്താലും വളരെ വിശേഷമാണ്, ആ കാര്യം നടക്കും. പുരാതന കാലത്ത് ഇല്ലത്തിനകത്ത് സർവ്വ ചൈതന്യങ്ങളോട് വാണിരുന്ന ആ ദേവിമാർ ഇന്ന് 4 കെട്ട് സമ്പ്രദായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഈ ക്ഷേത്രത്തിൽ നടുമുറ്റത്തായി ഒരു നെല്ലിമര ചുവട്ടിൽ ചതുര ശ്രീകോവിലിനകത്ത് തെക്കോട്ട് ദർശനമായി ഈ നാടിനെയും ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സംരക്ഷണവും സർവ്വ ഐശ്വര്യങ്ങളും നൽകി ഈ അയ്യഞ്ചിറ ഭഗവതിമാർ ഈ ക്ഷേത്രത്തിൽ വാണരുളുന്നു. ഈ അയ്യഞ്ചിറങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും മനസ്സിലാക്കി നിരവധി ഭക്തജനങ്ങളാണ് ദിനംതോറും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തന്നെയും ദേവിമാർക്ക് പ്രാധാന്യമുള്ള ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്.
അയ്യഞ്ചിറങ്ങര ഭഗവതി ക്ഷേത്രത്തെ പറ്റി പറയാനുള്ളത് വെച്ചാൽ ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഞാൻ ഒരു 5 വയസ്സുള്ളപ്പോൾ തൊട്ട് വിളക്കൊക്കെ വന്നിരുന്ന അമ്പലമാണത്. അന്ന് ഈ പറഞ്ഞ കാര്യം ഇവിടെ ചെറിയ ഒരു അമ്പലം കാടൊക്കെ പിടിച്ച് കത്തുന്നതിനായിരുന്നു. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ കമ്മിറ്റിയൊക്കെ ഉണ്ടായി വലിയ രീതിയിൽ ഈ അമ്പലമൊക്കെ ഇങ്ങനെ പണിതത്. ഈ പുരാതനമായിട്ട് തെക്കോട്ട് തിരിഞ്ഞ ക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രമാണ്. 2 ദേവികൾ ഇവിടെ ഉൾക്കൊണ്ടതാണ്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. തെക്കോട്ട് അടുത്ത സ്ഥലത്തൊന്നും നമ്മുടെ സ്ഥലത്ത് ഈ അമ്പലം ഇങ്ങനെ കണ്ടിട്ട് തെക്കോട്ട് ഈ അമ്പലം കണ്ടിട്ടില്ല എൻ്റെ അനുഭവത്തിൽ. അപ്പോൾ എന്ത് കാര്യവും വെളിപ്പുറത്തുണ്ടെന്നാണ് പറയണത് അമ്മ. എന്ത് കാര്യം സാധിച്ചു തരും ഇവിടുന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു 50 വർഷം വേണ്ടി വിളിക്കുന്നുണ്ട്. ഇന്ന് വരെ എനിക്കൊരു അപകടം ഉണ്ടായിട്ടില്ല. അതാണ് ഏറ്റവും വലിയ തെളിവ്. അപ്പോൾ അത് ഇവിടുന്ന് എനിക്ക് എൻ്റെ വിശ്വാസം നമ്മളിവിടുന്ന് തൊഴുത് പോകുന്നതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു. ഈ മകരത്തിൽ ഭരണിയോടനുബന്ധിച്ച് ഒരാഴ്ച 7 ദിവസം അത് സപ്താഹമായിരുന്നു. ശ്രീമദ് ഭാഗവതം അന്ന് എനിക്ക് ഒട്ടും ശബ്ദം വരില്ല. രാവിലെ 6 മണിക്ക് തുടങ്ങും. തുടങ്ങിക്കഴിഞ്ഞാൽ 7 മണി 8 മണി 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് പേര് വരും. അതുവരെ നമ്മൾ വായിക്കണം. എങ്ങനെയമ്മ ശബ്ദം വന്നില്ലല്ലോ എന്ന് വിചാരിച്ചാലും ഒരു തടസ്സവും കൂടാതെ വളരെ ഭംഗിയായിട്ടിത് വായിക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അമ്മ അത്ര ചൈതന്യമാണ് ഇവിടെ. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഗുണങ്ങൾ വന്നിട്ടുണ്ട്. അമ്മനെ നേരത്തെ ഒത്തിരി ഇത്രയും അമ്പലം സന്ദർശിക്കാറില്ല. പിന്നെ അമ്മയെക്കുറിച്ച് അമ്മയുടെ അടുത്തേക്ക് വന്ന് പല അനുഭവങ്ങളും നമുക്ക് നല്ല ഇത് കിട്ടി തുടങ്ങിയപ്പോൾ നമ്മൾ കൂടെ അമ്മയുടെ അടുത്ത് വരാനായി. അങ്ങനെ അമ്മയോട് കൂടുതൽ ഭക്തിയായി. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മളെന്തെങ്കിലും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മ നമുക്കത് സാധിച്ചു തരും. മകൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പഠിക്കാനൊക്കെ ആൾക്കൊരു ജോലി കിട്ടാനൊക്കെ പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെയൊക്കെ അതൊക്കെ സാധിച്ചു തന്നു. അയ്യഞ്ചിറങ്ങര എന്ന ഈ ദേശത്തിന് അയ്യഞ്ചിറങ്ങര എന്ന് പേര് വരുവാൻ ഒരു കാരണമുണ്ട്. ആ കഥ ഈ ദേശക്കാർക്ക് അറിയാമെങ്കിലും മറ്റുള്ളവരുടെ അറിവിലേക്കായി ആ കഥ പറയാം. പണ്ട് ഈ ദേശത്ത് ദേവീ ചൈതന്യങ്ങൾ ഉടലെടുക്കുന്നതിന് മുൻപ് ഇവിടെ മഹാവിഷ്ണു ചൈതന്യമാണ് ഉണ്ടായിരുന്നത്. ആ വിഷ്ണു ചൈതന്യത്തിനരികെ വലിയൊരു ചിറയുണ്ടായിരുന്നു. ആ ചിറയുടെ അരികിലിരിക്കുന്ന അയ്യൻ, അതായത് സ്വാമിയായിരുന്നു ശ്രീ മഹാവിഷ്ണു. ആ സ്വാമിയുടെ, അതായത് ആ അയ്യൻ്റെ ചിറയാണ് അയ്യഞ്ചിറ. പിന്നീട് ഈ ചിറയും ഈ പ്രദേശവും അയ്യഞ്ചിറങ്ങര എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ അയ്യനായ ശ്രീ മഹാവിഷ്ണുവിനെയാണ് ഈ അയ്യഞ്ചിറങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമസ്കാര മണ്ഡപത്തോടു കൂടിയ ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ മഹാവിഷ്ണുവിൻ്റെ തിരുനടയിലെത്തി ദർശനം ചെയ്ത് വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് മുജ്ജന്മ പാപദോഷങ്ങൾ അകലുന്നതിനും പിതൃമോക്ഷത്തിനും ഉത്തമമാണ്. കൂടാതെ ഈ മഹാവിഷ്ണുവിന് കേശാദിപാദം തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് ഉത്തമ വഴിപാടാണ്. അയ്യഞ്ചിറങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തെക്കുറിച്ച് ഇനി പറയാം. മകരമാസത്തിലെ ഭരണി കാർത്തിക നാളുകളിലാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായി കൊണ്ടാടുന്നത്. രേവതി നാളിൽ തുടങ്ങി കാർത്തിക നാളിൽ സമാപിക്കും വിധം 4 ദിവസത്തെ ഉത്സവമായിട്ടാണ് ഇവിടെ ആചരിച്ചു വരുന്നത്. ഈ ഉത്സവ നാളുകളിൽ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി ഭക്തജനങ്ങൾ മുടിയേറ്റ്, കളമെഴുത്തും പാട്ട്, ബ്രാഹ്മണിപ്പാട്ട് എന്നീ വഴിപാടുകൾ ദേവിമാർക്കായി സമർപ്പിച്ചു വരുന്നു. അയ്യഞ്ചിറങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ തിരുവുത്സവം വരുന്ന ദിവസങ്ങൾ 4 ദിവസമാണ്. രേവതി, അശ്വതി, ഭരണി, കാർത്തിക. ഈ 4 നാളുകളിലാണ് വിശേഷാൽ തിരുവുത്സവം വരുന്നത്. ഇതിന് മുന്നോടിയായി 9 ദിവസം നവാഹം ക്ഷേത്രത്തിൽ മുന്നോടിയായി നടത്തപ്പെടുന്നുണ്ട്. ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം നമ്മുടെ വരുന്ന രേവതി നാളിൽ മുടിയേറ്റോടുകൂടി ഉത്സവം തുടങ്ങി വീണ്ടും രേവതി, അശ്വതി, ഭരണി 3 നാളുകളിൽ കളമെഴുത്തും പാട്ടും. തിരുവുത്സവത്തിൻ്റെ 4ാം ദിവസമായ കാർത്തിക നാളിൽ ദുർഗാദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചടങ്ങുകളിലൊന്നായ ബ്രാഹ്മണിപ്പാട്ടും അന്ന് നടക്കുന്നുണ്ട്. ഉത്സവത്തിൻ്റെ ഭരണി നാളിൽ താലപ്പൊലിയോടുകൂടിയ ഘോഷയാത്രയോടുകൂടിയ തിരുവുത്സവമായി നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നിരവധി ഭക്തജനങ്ങൾ പല പല സ്ഥലങ്ങളിലും ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഈ ഉത്സവത്തിൻ്റെ 4 ദിനങ്ങളിലും എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ദേവീനാമത്തിൽ 4 ദിവസവും പ്രസാദൂട്ട് നടത്തി വരുന്നു. ഒരു ശ്രീകോവിലിനകത്ത് തെക്കോട്ട് ദർശനമായി വ്യത്യസ്ത ഭാവങ്ങളിൽ നിലകൊള്ളുന്ന ശ്രീ ദുർഗാദേവിയും ശ്രീ ഭദ്രകാളിയും ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക്
സർവ്വ ഐശ്വര്യങ്ങളും സംരക്ഷണവും നൽകി ഈ ക്ഷേത്രത്തിൽ വാണരുളുന്നു. തെക്കോട്ട് ദർശനമായി വാണരുളുന്ന ഈ ദേവിമാരെ ദർശനം ചെയ്യുവാനായത് ജീവിതത്തിലെ മഹാഭാഗ്യമായി കരുതുന്നു. ഈ അപൂർവ ക്ഷേത്രത്തിൽ വന്ന് സർവാഭീഷ്ട വരദായിനിമാരായ ഈ ദേവിമാരുടെയും മറ്റു ഉപദേവതകളുടെയും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി